ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് മാർച്ച് 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സമയം ഒട്ടും കളയുന്നില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് സ്റ്റേറ്റ് റീസെന്റ് പാസ്ഡ് എ ബിൽ എയിംഡ് അറ്റ് കർബിംഗ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ? അതായത് നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്ന ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. വിച്ച് സ്റ്റേറ്റ് റീസെന്റ് പാസ്ഡ് എ ബിൽ എയിംഡ് അറ്റ് കർബിംഗ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ? ഒരു ക്ലൂ തരാം. ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പൊതുവിതരണത്തിന് സ്മാർട്ട് കാർഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ് കേട്ടോ. സോ ഹരിയാനയാണ് നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്ന ബില്ല് പാസാക്കിയിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഹരിയാന പണ്ട് കാലത്തൊക്കെ അറിയപ്പെട്ടിരുന്നത് ബഹുദാനിക എന്ന പേരിലായിരുന്നു. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്ന് അറിയപ്പെടുന്നുണ്ട്. ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് പക്ഷികളുടെ പേര് നൽകിയിരിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. അവിടെ വികലാംഗർ എന്ന പദം നിരോധിച്ചിട്ടുണ്ട്. വികലാംഗർ എന്ന പദം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാനയാണ്. പിന്നെ എന്താണെന്നുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ബാത്റൂം ഇല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുള്ള ഒരു സംസ്ഥാനമാണ് ഇത് ഹരിയാന എന്ന് പറയുന്നത്. ടോയ്ലറ്റ് വീട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇലക്ഷനിൽ അവിടെ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സംസ്ഥാനവും ഇത് തന്നെയാണ്, ഹരിയാന തന്നെയാണ്. എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ്. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. മൊബൈൽ കോടതി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ സംസ്ഥാനം. ഏറ്റവും വനവിസ്തൃതി കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. അവിടെ വനവിസ്തൃതി ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ട്രാക്ടർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഏത്? ഹരിയാന എന്ന് പറയുന്നത്. രൂപീകരിച്ച വർഷം 1956 നവംബർ 1 തലസ്ഥാനം ചണ്ഡീഗഡ് ആണ് അല്ലെ. ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് കൃഷ്ണമൃഗം, ബ്ലാക്ക് ബക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഔദ്യോഗിക പക്ഷി എന്താണ്? ബ്ലാക്ക് ഫ്രാങ്കോളിൻ ആണ്. ഔദ്യോഗിക പുഷ്പം താമരയാണ്. ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. PSC ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആദ്യത്തെ ചോദിക്കണമെന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഹരിയാനയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ചോദിക്കുകയാണ്, ഹരിയാനയുടെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? തമിഴാണ്. ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹരിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാസസ്ഥലം എന്നാണ് ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം പറയുന്നത്. പഞ്ചാബിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് ഇത് ഹരിയാന എന്ന് പറയുന്നത്. ഓക്കെ, ഹരിയാനയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അവിടെ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത് അല്ലെ. മിശ്ര വിവാഹം അവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹരിയാനയിൽ. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ഹരിയാന. കാര്യം പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായിട്ട് അവിടെ സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ആപ്കി ബേട്ടി ഹമാരി ബേട്ടി എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു പദ്ധതിയാണ് ഏത്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ആ പദ്ധതിയിൽ ഹരിയാനയിലെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സാക്ഷി മാലിക് ആണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് ലിയോപാഡ്സ്? അല്ലെ, ലിയോപാഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ടൈഗർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട സംസ്ഥാനമുണ്ട് അല്ലെ. അത് ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശ് അല്ലെ. പ്രത്യേകതയാണ് മധ്യപ്രദേശിനോട്. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. കടുവ സംസ്ഥാനമാണ്. സോയ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശ് തന്നെയാണ്. വനവിസ്തൃതിയിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏതാണ്? മധ്യപ്രദേശ് തന്നെയാണ്.
പഞ്ചായത്തി രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സോയാ സംസ്ഥാനം എന്ന് മധ്യപ്രദേശ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സിൻഗൌളി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. കബീർ സമ്മാനം, കാളിദാസ് പുരസ്കാരം, താൻസൻ സമ്മാനം എന്നീ പുരസ്കാരങ്ങൾ നൽകുന്ന സംസ്ഥാനമാണ് ഇത് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം അത് ഏതാണ്? മധ്യപ്രദേശാണ്. നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 തന്നെയാണ്. സംസ്ഥാന മൃഗം ഏതാണ്? സ്വാം ഡിയർ ആണ്. സംസ്ഥാന പക്ഷി ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ. ഓക്കെ. സംസ്ഥാന പുഷ്പം പാരറ്റ് ട്രീ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഹു വോൺ ദ ഓസ്കാർ അവാർഡ് 2025 ഫോർ ബെസ്റ്റ് ഡയറക്ടർ? The right answer is ഷോൺ ബേക്കർ. 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങളാണ് ഇത്തവണ നടന്നത്. അതില് അനോറ എന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ് ഷോൺ ബേക്കറിന് പുരസ്കാരം കിട്ടിയത്. അനോറയ്ക്ക് 4 പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതായത് മികച്ച ചിത്രം, സംവിധാനം, തിരക്കഥ, നടി, എഡിറ്റിംഗ്, അങ്ങനെ 4 പുരസ്കാരങ്ങൾ അനോറയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ചിത്രത്തിന്റെ സംവിധാനം, എഡിറ്റിംഗ്, തിരക്കഥ എന്നിവ കൈകാര്യം ചെയ്തത് ആര് തന്നെയാണ്? ഷോൺ ബേക്കർ തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് സെബി? അതായത് സെബിയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് സെബി. സെബിയുടെ ഫുൾ ഫോം എന്താണ്? സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെ. അതിനെ നയിക്കാൻ ആരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? തുഹിൻ പാണ്ഡെയാണ്. ഇന്ത്യയിലെ ഓഹരി വിപണന നിയന്ത്രണ ഏജൻസി അല്ലെ, അതാണ് ഈ സെബി എന്ന് പറയുന്നത്. അതിന്റെ പുതിയ മേധാവിയായിട്ട് തുഹിൻ കാന്ത പാണ്ഡെയാണ് നിയമിച്ചിരിക്കുന്നത്. നിലവിലെ ചെയർപേഴ്സൺ മാധബി പുരിപുജിന്റെ കാലാവധി അവസാനിച്ചതോടെയാണ് നിയമനം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. ഹു ഈസ് ദ ന്യൂ ഡയറക്ടർ ഓഫ് FBI? FBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അല്ലെ. ആ ഇൻവെസ്റ്റിഗേഷൻ അത് എവിടത്തെയാണ്? US-ലെ അന്വേഷണ ഏജൻസിയാണ് ഏത്? FBI എന്ന് പറയുന്നത്. അതിന്റെ പുതിയ ഡയറക്ടർ ആരാണ്? US-ന്റെ ഡയറക്ടറിന് എന്തിനാണ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, US-ന്റെ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഫെബിയുടെ അല്ലെങ്കിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ ഡയറക്ടറായിട്ട് ഒരു ഇന്ത്യൻ വംശജനെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വംശജനായിട്ടുള്ള കഷ് പട്ടേലാണ് സ്ഥാനം ഏറ്റിരിക്കുന്നത്. US സെനറ്റില് 49-നെതിരെ 51 വോട്ടുകൾ നേടിയാണ് കഷ് സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അറ്റോർണി ജനറൽ പാംബോഡിയുടെ നേതൃത്വത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. FBIയുടെ 9ാമത്തെ മേധാവിയാണ് 44-കാരനായിട്ടുള്ള കഷ് പട്ടേൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം. ഹു ബിക്കം ദ തേർഡ് ബാറ്റ്സ്മാൻ ടു സ്കോർ 14,000 റൺസ് ഇൻ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ്? രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന 3ാമത്തെ ബാറ്റർ എന്ന ബഹുമതി സ്വന്തമാക്കിയത് ആരാണ് എന്നാണ് ചോദ്യം. ഹു ബിക്കം ദ തേർഡ് ബാറ്റ്സ്മാൻ ടു സ്കോർ 14,000 റൺസ് ഇൻ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ്? ദ റൈറ്റ് ആൻസർ ഈസ് വിരാട് കോഹ്ലി. ഓക്കെ. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 15 റൺസ് നേടിയപ്പോഴാണ് കോഹ്ലി റെക്കോർഡിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ 3ാമത്തെ ബാറ്റ്സ്മാനാണ് മൂന്നാമത്തെ 14,000 റൺസ് കിട്ടുന്ന ബാറ്റ്സ്മാനാണ് നമ്മൾ പറഞ്ഞു വിരാട് കോഹ്ലി അല്ലെ. അപ്പൊ ആദ്യത്തെ ആരാണ്? അതെന്തായാലും സച്ചിൻ ആയിരിക്കും അല്ലെ. എത്ര റൺസാണ്? 14,000 മൂന്നാമത്തെ ആണെങ്കിൽ 18,426 റൺസ് നേടിയിട്ടുള്ള ആളാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെ. രണ്ടാമത്തെ കുമാർ സംഗക്കാരയാണ് ശ്രീലങ്കയുടെ കുമാർ സംഗക്കാര 14,234 റൺസ്. എന്നിവരാണ് റൺ വേട്ടയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആദ്യത്തെ സച്ചിൻ, രണ്ടാമത്തെ കുമാർ സംഗക്കാര, മൂന്നാമത്തെ ബാറ്റർ എന്ന ബഹുമതി ആരാണ് സ്വന്തമാക്കിയിട്ടുള്ളത്? ആരാണ്? അത് വിരാട് കോഹ്ലിയാണ്. അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിലെ 14,000 റൺസ് തികയ്ക്കുന്ന 3ാമത്തെ ബാറ്റർ എന്ന ബഹുമതി സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണെന്ന് പറഞ്ഞു. അതിൽ 1ാമത് സച്ചിനാണ്, 2ാമത് കുമാർ സംഗക്കാരയാണെന്ന് പറഞ്ഞു. എന്നാൽ ഏറ്റവും കുറവ് ഇന്നിംഗ്സുകളിൽ നിന്നും 14,000 റൺസ് തികയ്ക്കുന്ന താരം, ആദ്യത്തെ താരം എന്ന റെക്കോർഡ് അത് ആരുടെ സ്വന്തമാണ്? അത് വിരാട് കോഹ്ലിയുടെ സ്വന്തമാണ്. ഏറ്റവും പെട്ടെന്ന് 14,000 റൺസ് ഏറ്റവും കുറച്ച് ഇന്നിംഗ്സിൽ, അതായത് വെറും 287 ഇന്നിംഗ്സുകളിൽ നിന്ന് 14,000 റൺസ് തികയ്ക്കുന്ന താരം എന്നുള്ള റെക്കോർഡും ആരുടെ പേരിലാണ്? വിരാട് കോഹ്ലിയുടെ പേരിലാണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ നെയ്മഡ് ദ IFPI ഗ്ലോബൽ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ ഫോർ 2024? അതായത് IFPI എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ്
ഫോണോഗ്രാഫിക് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. അതിൽ എന്താണ് ഗ്ലോബൽ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള അവാർഡ് നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ഗ്ലോബൽ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് 5ാം തവണയും നേടി അല്ലെ. ആരാണ് കണ്ടിന്യൂസ് ആയിട്ട് 5 തവണ നേടിയത് ആരാണ്? ടെയ്ലർ സ്വിഫ്റ്റ് ആണ്. ഓക്കെ, ടെയ്ലർ സ്വിഫ്റ്റ്. ഇക്കഴിഞ്ഞ BBMA ബിൽബോർഡ് മ്യൂസിക് അവാർഡ്സിൽ ചരിത്രം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ഗ്ലോബൽ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റായിട്ട് 5ാം തവണയും ടെയ്ലർ സ്വിഫ്റ്റ് തെരഞ്ഞെടുക്കപ്പെട്ടത്. BBMAയിൽ ഈ വർഷം 10 അവാർഡുകളാണ് സ്വിഫ്റ്റ് വാരിക്കൂട്ടിയത്. ഇതോടെ 49 അവാർഡുകളോടെ BBMAയിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ താരമായിട്ടും സ്വിഫ്റ്റ് മാറി. 14 തവണ ഗ്രാമി പുരസ്കാരം ഏറ്റുവാങ്ങിയ സ്വിഫ്റ്റിന്റെ ശേഖരത്തിൽ 650-ലേറെ പുരസ്കാരങ്ങളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. ടെയ്ലർ സ്വിഫ്റ്റിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ ഫുൾ നെയിം എന്താണ്? ടെയ്ലർ ആലിസൺ സ്വിഫ്റ്റ് എന്നാണ് ഫുൾ നെയിം. ഒരു കുട്ടിക്കാല സ്വപ്നത്തിന്റെ പിന്നാലെ വെച്ച് പിടിപ്പിച്ച് ഒടുവിൽ സംഗീത സാമ്രാജ്യം തന്നെ സ്വന്തമാക്കിയ കഥയാണ് ടെയ്ലർ ആലിസൺ സ്വിഫ്റ്റിൻ്റെത്. ഓക്കെ, 1989 ഡിസംബർ 13-നാണ് സ്വിഫ്റ്റ് ജനിച്ചത്. 9ാം വയസ്സിലാണ് സംഗീത യാത്ര തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ സംഗീത നാടകങ്ങളിലായിരുന്നു ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 11ാം വയസ്സിൽ ഒരു പ്രാദേശിക മത്സരവേദിയിൽ തിളങ്ങാനായതാണ് സംഗീത കരിയറിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത്. പാട്ടുകാരിക്കുള്ളിൽ ഒരു പാട്ട് എഴുത്തുകാരി പിറക്കാനും അധികം സമയമെടുത്തില്ല. 12ാം വയസ്സിൽ സ്വിഫ്റ്റ് ആദ്യ ഗാനവും എഴുതി. ആ ഗാനത്തിന്റെ പേര് ലക്കി യു എന്നായിരുന്നു. ഒരു കഫേയിൽ സ്വിഫ്റ്റ് പാടിയ പാട്ടാണ് 14ാം വയസ്സിൽ സോണി AVT കമ്പനിയുമായുള്ള ആ കരാറിലേക്ക് എത്തിച്ചത് 14ാം വയസ്സിൽ. ടെയ്ലർ സ്വിഫ്റ്റ് എന്ന പേരിൽ ആദ്യ സോളോ ആൽബം 2006 പുറത്തിറങ്ങി. ഇതോടെ US പ്ലാറ്റിനം സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള ആദ്യ കൺട്രി സിംഗറായിട്ട് ആര് മാറി? ടെയ്ലർ ആലിസൺ സ്വിഫ്റ്റ് മാറി. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, വിച്ച് കോണ്ടിനെന്റ് ഹാസ് ദ മോസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്? അതായത് ലോകത്തെ ഏറ്റവും അധികം രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? അത് ആഫ്രിക്കയാണ്. എത്ര രാജ്യങ്ങളാണ് അവിടെ ഉള്ളത്? 54 രാജ്യങ്ങളുണ്ട് ഈ ഭൂഖണ്ഡത്തിൽ. അവിടെ അതില് 3 രാജ്യങ്ങള് ഗിനി എന്ന പേരിലും 2 രാജ്യങ്ങള് കോങ്കോ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന 3 രാജ്യങ്ങൾക്കാണ് ഗിനി ചേർത്തുള്ള പേരുകൾ ഉള്ളത്. അതായത് ഗിനി ചേർത്തുള്ള പേര്. അതായത് ഗിനി എന്ന പേരുള്ള രാജ്യമാണ് ആദ്യത്തേത്. കൊണാക്രി ആണ് തലസ്ഥാനം കേട്ടോ. ഫ്രഞ്ച് കോളനി ആയിരുന്ന ഗിനിയുടെ ആദ്യ പേര് ഫ്രഞ്ച് ഗിനി എന്നായിരുന്നു. 1958 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഗിനി എന്ന പേര് നിലനിർത്തി എന്ന് മാത്രം. ഗിനി ബിസോ എന്ന രാജ്യമാണ് രണ്ടാമത്തേത്. ബിസോ ആണ് തലസ്ഥാനം. പോർച്ചുഗീസ് കോളനി ആയിരുന്ന ഗിനി ബിസോയുടെ പഴയ പേര് പോർച്ചുഗീസ് ഗിനി എന്നുള്ളതായിരുന്നു. 1974 സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബിസോ എന്ന പേര് കൂട്ടിച്ചേർത്തത് അയൽ രാജ്യമായ ഗിനിയുമായിട്ട് സാമ്യം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3ാമത്തെ രാജ്യം ഇക്വറ്റോറിയൽ ഗിനി. ഓക്കെ, അപ്പൊ ആദ്യമുള്ള രാജ്യം ഏതായിരുന്നു? ആദ്യം ഗിനി എന്ന് തന്നെയായിരുന്നു പേര്, ഫ്രഞ്ച് ഗിനി എന്നായിരുന്നു. രണ്ടാമത് എന്തായിരുന്നു? പോർച്ചുഗീസ് കോളനി ആയിട്ടുള്ള പേരായതുകൊണ്ട് പോർച്ചുഗീസ് ഗിനി എന്നുള്ളതായിരുന്നു. 3ാമത് ഇക്വറ്റോറിയൽ ഗിനി, അത് സ്പെയിനിന്റെ കോളനി രാജ്യമായിരുന്നു. മലാബോ ആണ് തലസ്ഥാനം. സ്പാനിഷ് ഗിനി എന്നായിരുന്നു പഴയ പേര്. 1968 സ്വാതന്ത്ര്യം നേടിയത്. അത് ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ രാജ്യത്തിന് ഇക്വറ്റോറിയൽ ഗിനി എന്ന പേര് നൽകിയിട്ടുള്ളത്. ഒരു പോർച്ചുഗീസ് വാക്കാണ് ഈ ഗിനി എന്ന് പറയുന്നത്. അപ്പൊ ഗിനി എന്നുള്ള കൂടിച്ചേർന്ന വാക്കുകളുള്ള രാജ്യങ്ങളൊക്കെ എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാം? ആഫ്രിക്കയിലാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, വെൻ ഈസ് നാഷണൽ സയൻസ് ഡേ ഒബ്സർവ്ഡ് എവറി ഇയർ? എന്നാണ് നാഷണൽ സയൻസ് ഡേ എന്നാണ് ചോദ്യം. എന്നാണ്? ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ. അതിന്റെ തീം എന്തായിരുന്നു? എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, വെൻ ഈസ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? അത് മാർച്ച് 3 അതിന്റെ തീം എന്താണ്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, അതായത് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫെബ്രുവരി 28 എന്താണ്? നാഷണൽ സയൻസ് ഡേ ആണല്ലേ ഫെബ്രുവരി 28 എന്ന് പറയുന്നത്. തീം എന്തായിരുന്നു? എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നുള്ളതായിരുന്നു അതിന്റെ തീം എന്ന് പറയുന്നത് അല്ലെ. മാർച്ച് 3 എന്തായിരുന്നു? വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ് അല്ലെ. അതിന്റെ തീം എന്തായിരുന്നു? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് എന്നുള്ളതാണ്. അതായത് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു എന്തിന്റെ തീം? വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ തീം എന്ന് പറയുന്നത്.
നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്ന ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്നാ പറഞ്ഞത്? ഹരിയാനയാണല്ലേ. ഓക്കെ, അപ്പം നമ്മൾ മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അതായത് മാർച്ച് 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങളാണ്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.